ഇതുപോലെ ഇനോഗ്രേഷൻസ് അറ്റൻഡ് ചെയ്യാൻ പിന്നെ ആരാ ഹണി റോസോ മലയാളത്തിൽ ഹണി റോസ്, അന്ന രാജൻ, മാളവിക കഴിഞ്ഞിട്ടുള്ള അടുത്ത വ്യക്തി ഇനോഗ്രേഷൻ സ്റ്റാർ അഖിൽ മാരാർ. ഒരു പോസിബിലിറ്റി മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ? ഇവരൊന്നും ഉണ്ടായിരിക്കില്ലേ? ഇതൊരു ഒത്തുകളിയായിരിക്കുമോ? ബിഗ് ബോസിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും പല പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെ ഇതുപോലെ അത്രയും 100% വെൽക്കം ടു ബിഗ് ബോസ് പറഞ്ഞിട്ട് കോൺഫിഡൻസിൽ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു സംഗതി ഇടണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഒത്തുകളി ഉണ്ടോ? കാരണം ഇവർ നമസ്കാരം. അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്തൊരു സീസൺ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടൊരു സംഗതിയാണ്. ഇതിന് മുന്നുണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻസ് അഖിൽ മാരാരും DFK തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ അതും റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസും സോഷ്യൽ മീഡിയ ഡിസ്കഷൻസും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. പക്ഷേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് പിന്നെ പ്രഡിക്ഷൻ ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വേറൊരു സംഭവം. ഈ 2 ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ല, പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ പ്ലസ് റോൺസൺ വിൻസെൻറ്റ്. റോൺസൺ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണല്ലോ. റോൺസൺ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ റോൺസൺ വന്ന സമയത്ത് ഞാൻ ഈ പെട്ടെന്ന് ചിന്തിച്ച് പറഞ്ഞ കേട്ടോ. റോൺസൺ വന്ന സമയത്ത് ഒരുപാട് ഞാൻ പേഴ്സണലി ഇത് കണ്ട സമയത്ത് നല്ല ബോഡി ബിൽഡറായിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് ദമ്മുള്ളൊരു വ്യക്തി ഇതിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റോൺസൺ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ചിന്തിച്ചിരുന്ന സ്ഥലത്ത് നൈസായിട്ട് നമുക്കൊന്നിലും വയ്യ ഒരു നന്മ മരം ഒരു വാഴാന്ന് ഞാൻ പറയുന്നില്ല. റോൺസൺ എൻ്റർടൈനിങ് ആയിരുന്നു, ഫണ്ണായിരുന്നു പുള്ളി, ഓൾമോസ്റ്റ് ലൈക്ക് യുനോ. അപ്പോൾ അത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്നൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് റോൺസനെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ. ഞാൻ ഈ പെട്ടെന്ന് റോൺസനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റോൺസൻ്റെ കുറച്ച് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഉണ്ട്. റോൺസൺ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറച്ച് പേരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്നത്. നമുക്ക് അതിലേക്ക് മുന്നേ പോകുന്നതിന് മുന്നേ മാരാരുടെ ഒരു കേസ് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ ഇത് ചെയ്യുന്ന വീഡിയോസിൽ 2-3 കേസിൽ ഇത് പറയും. റീസൺ എന്താണെന്നറിയോ? മാരാരുടെ ഭാഗത്ത് നിന്ന് ഇതിന് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അത് പറയണം. അത് പറയുന്നവരെ നമ്മൾ ഈ വീഡിയോയിലൂടെ പല ആൾക്കാരും ഇപ്പോൾ പല കോണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മളത് പറയും. കാരണം വെച്ചാൽ DFK ഇത് പറഞ്ഞ് തുടങ്ങാൻ ഒരു സമാധാനമില്ല. DFK ഒരു കാര്യം, കാരണം വെച്ചാൽ മാരാർ ഇതിന് മുന്നേ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ അതിന് മുന്നുള്ള മത്സരാർത്ഥികളെ ആൾക്കാരെ പേര് ഞാൻ അടുത്ത് പറയുന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുത്തിയിട്ടും വെറുതെ ആവശ്യമില്ലാതെ വലിച്ചിട്ടിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മാരാർ ബിഗ് ബോസ് തന്നെ കയറിയത്. അവിടെ ചെന്നതിന് ശേഷം ചങ്ങാതിരെ ഗെയിം നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് വേറൊരു സംഗതി. ഓക്കെ, പക്ഷേ മാരാർ ഇതുപോലെ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം DFK പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രോങ് അലിഗേഷൻ ഉണ്ട്. അതായത് മാരാർ പുറത്തുനിന്ന് ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് ഗ്രൂപ്പ് കളിക്കണം, വളരെ മോശമായിട്ട് ഉള്ളൊരു സംഗതിയാണ്. ദാറ്റ് ഇസ് ലൈക്ക് ചീപ്പായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല കേൾക്കുന്ന നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വളരെ ചീപ്പായിട്ട് ആൾ നല്ല ഗെയിമറൊക്കെയാണ്, യാതൊരു സംശയമില്ല, നല്ല ഗെയിം തന്നെയാണ്. മുപ്പര തട്ടൊക്കെ താണിരിക്കട്ടെ. നല്ല കമൻസൊക്കെ ഒരുപാട് കണ്ട് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഡോക്ടർ റോബിൻ്റെ കേസും പല ആൾക്കാരുടെ കേസും DFKയുടെ കേസും രജിസ്റ്ററിൻ്റെ കേസൊക്കെ റെഫർ ചെയ്ത സമയത്ത് പല ആൾക്കാരും പേഴ്സണലിയും ഇൻബോക്സിലും കമൻറ്റിലൊക്കെ പറയുന്ന സംഭവം എന്താ വെച്ചാൽ മാരാരുടെ തട്ട് നിലത്ത് മുട്ടേണ്ടിരുന്നോട്ടെ, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അതൊക്കെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടെങ്കിൽ മാരാർ അടിപൊളി ഗെയിം പ്ലെയറാണ്, മൈൻഡ് ഗെയിമറാണ്, ഓൾറൗണ്ട് പെർഫോമറാണ്, എല്ലാം ഓക്കെ. പക്ഷേ ഒരുപാട് എത്തിക്സും കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്താ പറയുക ആ ഒരു രീതിയിൽ മാരാർ എന്ത് രീതിയിൽ സംസാരിച്ചെന്നുള്ളത് പ്രത്യേകം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവം. അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മൾ പൊട്ടന്മാരെ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നത്, സത്യം പറഞ്ഞാൽ പൊട്ടന്മാരെ പ്രേക്ഷകരല്ലേ, സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിക്കൊണ്ട് അതിനുള്ളിൽ ചെന്നിട്ട് ഒരു കോക്കസ് ഫോം ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കണം എന്ന് പല ആൾക്കാരും വിളിച്ചു എന്ന് DFK പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രോങ് അലിഗേഷൻ ഇതുവരെ മാരാരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ മറുപടിയും പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്ന നമ്മൾ കണ്ടിട്ടുള്ള പഴയ സീസണിലാണെന്നെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്ന, സംസാരത്തിൽ യാതൊരുവിധ ഒരു മുട്ടില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് മാരാർ. നല്ല ക്വാളിറ്റിയാണ്, നല്ല രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഇതിന് ആളൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ചീപ്പായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ 24 ന്യൂസിൽ മാരാരുടെ ഒരു ക്ലിപ്പ് കണ്ടു, അതും കൂടി ഒരു ചെറിയൊരു പോർഷൻ. ഓക്കെ, പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുന്നേ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇട്ടപ്പോൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പല ആൾക്കാരും പ്രഡിക്ഷൻ ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതാർക്കും കൺഫേം ആയിട്ടൊന്നുമല്ല. പക്ഷേ ചില ആൾക്കാർക്ക്, ചില പ്രമുഖരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രമുഖരായിട്ട് നിൽക്കുന്ന ചില ആൾക്കാർക്ക് അവർക്ക് അതിനുള്ളിൽ കണക്ഷൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കണക്ഷൻസ് ഒന്നും ഒരിക്കലും അങ്ങനെ ആരെങ്കിലും പുറത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഡെഫിനറ്റ്ലി അത് നോക്കണം. ഓക്കെ, കാരണം വെച്ചാൽ അത് ശരിയുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളൊരാളുടെ കൺഫേം ആയിട്ടുള്ള ഒരാളുടെ പേര് പുറത്തേക്ക് പറയുന്നതോടുകൂടി അയാളുടെ ചാൻസ് അവിടെ പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ സ്പെക്കുലേഷൻസാണ്. കാരണം വെച്ചാൽ ഒരാൾ പറയുന്നു, അതിന് ചുവട് പിടിച്ച് വേറൊരാൾ അതേ ഫോമാറ്റിൽ വന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ പല ആൾക്കാരും ബിഗ് ബോസിലായിട്ട് നമ്മൾ റിവ്യൂസിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ പല ആൾക്കാർ ഫേവറേറ്റ്സ് ആൾക്കാരായിരിക്കാം. ബേസിക്കലി ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ. അപ്പോൾ നമുക്ക് ആരാണ് ഇതിൽ വരുന്നത്, അടുത്ത 100 ദിവസം ആരാ വരുന്നത് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ് ആരാണെന്നുള്ള അറിയുന്നത്. ചില പേരുകളൊക്കെ നമ്മൾക്ക് അറിയാം, പക്ഷെ നമ്മൾ ആ ഒരു
അടുപ്പിച്ച് നമ്മൾ പറയുന്നില്ല. കാരണം വെച്ചാൽ ചാൻസ് പോകാൻ ഭയങ്കര അവരുടെ ആ ചാൻസ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം ആ പേരുകളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഓക്കെ, പക്ഷേ റോൺസൺ പറഞ്ഞ കുറച്ച് പേരുകളുണ്ട് കേട്ടോ. ആരൊക്കെയാണ് ഇവർ എന്നുള്ള കാര്യമൊക്കെ ഒരുവിധം എല്ലാവരും കുറച്ച് ഈ റിവ്യൂ ചെയ്യുന്നവരൊക്കെ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുന്ന സമയത്ത് ഫോളോവേഴ്സൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇന്നലെ നോക്കുന്ന സിറ്റുവേഷനല്ല, ഇന്ന് നോക്കുന്ന സമയത്ത് അവരൊക്കെ ഇൻസ്റ്റാഗ്രാം ബേസിക്കലി ഫസ്റ്റ് ഒരാളുടെ നമ്മൾ പേര് കേൾക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഇയാളെ ഫോളോ ചെയ്യും, ആളുടെ ഭാഗത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ എന്ന് അറിയാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ ഇത് പുറത്ത് പറയില്ല, 100% ഷുവറാണ്, നമുക്കറിയാം പുറത്ത് പറയില്ല. പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് റോൺസൺ ഈ ഒരു കാര്യം എന്തിനാണ് റോൺസൺ ഇങ്ങനെ ഒരു സംഗതി ചെയ്തതെന്നുള്ളത്? റോൺസൺ അങ്ങനെ ജെന്യൂൻ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് റോൺസൺ ചെയ്തത്. എനിക്കൊരു 3 പോസിബിലിറ്റി എൻ്റെ തലയിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, അതിലേക്ക് കടക്കുന്നതിന് മുന്നേ റോൺസൺ എഴുതിയിട്ടുള്ളത് വെൽക്കം ടു ബിഗ് ബോസ്. എന്തിനീ വെൽക്കം പറയണം? ഈ ബിഗ് ബോസിനകത്ത് റോൺസൺ ഉണ്ടോ? റോൺസൺക്ക് ഒന്ന് റോൺസൺ ഒരാളെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ കണ്ട് വെൽക്കം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ തിരക്കിടില്ല. വെൽക്കം ടു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ആ നീയും വാ, അതാണോ വെൽക്കം? അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും വെൽക്കം ടു ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് പല ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ റോൺസൺ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എനിക്ക് തോന്നുന്നു 3 പോസിബിലിറ്റി. ഓക്കെ, ഒന്നുകിൽ ഫസ്റ്റ് കാര്യം റോൺസൺ ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്ത് വിടുന്നതിനുള്ള 3 പോസിബിലിറ്റി ഞാൻ ചിന്തിച്ച സമയത്ത് കേട്ടോ. ഓക്കെ, ഒന്നുകിൽ ശുദ്ധ തള്ള്. ഓക്കെ, ഞാനും ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ. സീരിയസ്ലി നമുക്കൊന്നും അവരുടെ കോൺടാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. കോൺടാക്ട്സ് ഉണ്ട്, ബിഗ് ബോസിൽ പോയ ആൾക്കാരാണ്, വലിയ ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ഈ പോസിബിലിറ്റി നമ്മൾ ജസ്റ്റ് റിവ്യൂ ഈ ബിഗ് ബോസ് കാണുന്ന വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ് കേട്ടോ. അതായത് ഒന്നുകിൽ ശുദ്ധ തള്ള്. ഓക്കെ, തള്ളി മറിച്ചതായിരിക്കാം, പ്രത്യേകിച്ച് ഇൻഫർമേഷനൊന്നുമില്ല. ഇതുവരെ എല്ലാവരും ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റ് കുറേ ആൾക്കാർ പറയുന്നു. ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പേരെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ 100% കൺഫേംഡ് അല്ല വെൽക്കം ടു ബിഗ് ബോസ് എന്നിട്ട് ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റോൺസണിൻ്റെയും ഫോളോവർ കൗണ്ട് കൂടും. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ പോയി നോക്കുന്നു, സ്റ്റോറി വ്യൂവർഷിപ്പ് കൂടുന്നു, ബേസിക്കലി സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻസ് കൂടുന്നു. ആൾ വീണ്ടും എവിടെയോ ആയിരുന്നു എന്ന് വിചാരിച്ച ആൾ വീണ്ടും ഈ ഒരു ബിഗ് ബോസിൻ്റെ ഈ ഒരു സംഗതികളിലേക്ക് എത്തിച്ചിരുന്നു. ഇനി അഥവാ ചക്കട്ടപ്പോൾ മൊയിൽ ചത്തു എന്ന് പറഞ്ഞ മാതിരി ഇവരൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ശുദ്ധ തള്ളു എന്നുള്ള ഫസ്റ്റ് പോസിബിലിറ്റിയിൽ ഞാൻ പറഞ്ഞു. അഥവാ ചക്കട്ടപ്പം അതിൽ ചത്തു എന്നുള്ള പോസിബിലിറ്റിയിൽ വരെ അങ്ങനെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ഇവന് നല്ല കണക്ഷൻ കിട്ടും, ഇവൻ ആദ്യം തന്നെ പറഞ്ഞു കേട്ടോ എന്ന് പറയാം. ഒന്നത്. രണ്ടാമത്തത് എനിക്കറിയില്ല, ഒരു പോസിബിലിറ്റി മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ, ഇവരൊന്നും ഉണ്ടായിരിക്കില്ലേ, ഇതൊരു ഒത്തുകളിയായിരിക്കുമോ, ബിഗ് ബോസിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ പല ആൾക്കാരും പല പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെ ഇതുപോലെ അത്രയും 100% വെൽക്കം ടു ബിഗ് ബോസ് പറഞ്ഞിട്ട് കോൺഫിഡൻസിൽ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു സംഗതി ഇടണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഒത്തുകളി ഉണ്ടോ? കാരണം ഇവർ തമ്മിൽ മിസ്ലീഡ് ചെയ്യിക്കാൻ, അതായത് കറക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിസ്ലീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നും അവർ പിന്നാലെ പോയിക്കോട്ടെ, യഥാർത്ഥ കണ്ടസ്റ്റൻസ് വേറെ ആൾക്കാരാണ്. നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഡെയിലി ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ ഇതുപോലെ സംസാരിച്ച് കാണുന്ന ആൾക്കാരായിരിക്കാം. പെട്ടെന്ന് നാളെ സ്റ്റോറി വരുന്നു, ചെറിയൊരു ഇൻ്റർവ്യൂസ് അവിടെ നിന്ന് ഇവിടുന്ന് പൊന്തി വരുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിക്കൂടായില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് എനിക്കൊരു പോസിബിലിറ്റി തോന്നിയത് മിസ്ലീഡിങ് ആണോ എന്ന്. കാരണം ഇവരെ പേര് കണ്ട സമയത്ത്. ഓക്കെ, അല്ലെങ്കിൽ തേർഡ് പോസിബിലിറ്റി ഇത് കംപ്ലീറ്റ് 100% ജെന്യൂൻ ഇൻഫർമേഷനാണ്. റോൺസൺ അതിനടുത്ത കാര്യങ്ങൾ ഫുള്ള് അറിയുന്ന കേസിൽ റോൺസൺ പുറത്ത് വിടുകയാണ്. അതിനൊരു പോസിബിലിറ്റി ഉണ്ട്. റോൺസൻ്റെ ഈ ഏഷ്യാനെറ്റായിട്ടുള്ള കോൺട്രാക്ട് തീർന്നു എന്നുള്ള പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതായത് ഇവർക്ക് പുറത്ത് പറയാൻ പാടില്ല, ആ രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ട് ഇപ്പോൾ അവസാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോൺസൺ ഈ ഒരു സിറ്റുവേഷനിൽ പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ വേറെ കുറച്ച് പേരുകൾ ആരൊക്കെ പറയുന്നുള്ള അറിയില്ല. ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ലിസ്റ്റും സംഭവം കാര്യങ്ങളൊക്കെ കണ്ടത്. ഓക്കെ, എന്തായാലും അയാളുടെ അത്ര കോൺടാക്ട്സും കഴിവും കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. പക്ഷെ എന്നാലും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പ്സ് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അഖിലിൻ്റെ കേസ് ഉണ്ടായ പോലെ ഇത് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തുനിന്ന് അത് എത്ര ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു ഗെയിം ഷോ ആണ്, ഇൻഡിവിജ്വലായിട്ടുള്ള ആൾക്കാർ ജയിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി അതാണ്. പിന്നെ പുറത്ത് നടന്ന കാര്യങ്ങളുള്ളിൽ പറയാനും പറ്റില്ല. അപ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കോക്കസ് ഒരു കണക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തായാലും ഇവർക്ക് ഉള്ളിൽ പോയി പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ നമ്മളെ ഷോ ഒരു ഫസ്റ്റ് 15-20 ഡേയ്സ് ആ ഷോനെ ബാധിക്കും. പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇനി അഖിൽമാരാരുടെ ഒരു കേസിലേക്ക് വരാം. ഈ ഒരു ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കട്ടെ. അതിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു തോട്ട് പറയാം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അത്യാവശ്യം പരിപാടികൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഇനാഗുറേഷൻ കഴിഞ്ഞു. 27-ാം തീയതി ഇന്നലത്തെ ദിവസം 2 ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. രാവിലെ 10:30 കൊട്ടാരക്കരയിലും വൈകിട്ട് 3:30 കളമശ്ശേരിയിലും. ഇന്ന് വൈകിട്ട് കണ്ണൂരേക്ക് പോവുകയാണ്. മാർച്ച് 6 വരെ ഏകദേശം ചാർട്ട് ചെയ്ത പ്രോഗ്രാമുകളൊക്കെ തന്നെ ഉണ്ട്. അതിനുശേഷമുള്ള പല എൻക്വയറീസും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്ന പൈസയ്ക്ക് വിളിക്കുമ്പോഴേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇനോഗ്രേഷൻസ് അറ്റൻഡ് ചെയ്യാൻ പിന്നെ ഹണി റോസോ മലയാളത്തിൽ ഹണി റോസ്, അന്നാരാജൻ, മാളവിക കഴിഞ്ഞിട്ടുള്ള അടുത്ത വ്യക്തി ഇനോഗ്രേഷൻ സ്റ്റാർ അഖിൽ മാരാർ ഇനോഗ്രേഷൻ സ്റ്റാറാണ് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. കാരണം വെച്ചാൽ കംപ്ലീറ്റ് ഇനോഗ്രേഷൻ
ഉദ്ഘാടനം ശരിക്കും ഉണ്ടായിട്ട് തന്നെ ആയിരിക്കും. അല്ല, അയാൾ പിന്നെ വലിയൊരാളാണ്, പിന്നെ നമ്മളതിനെ വിമർശിക്കാൻ ആരുമല്ല. പക്ഷെ എന്നാലും തള്ളുന്നതിന് തള്ളല്ല, ഒരു തള്ളല്ല കേട്ടോ, തള്ളല്ല ഉള്ള കാര്യം തന്നെ ആയിരിക്കും ഒരു പക്ഷേ. അയാൾ അയാൾ വലിയൊരു ഷോയിലൊന്നും ഒന്നും പറയില്ലല്ലോ, സോറി ഫോർ ദാറ്റ്. പക്ഷേ പറയുന്നതിൽ, കാരണം വെച്ചാൽ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അഖിൽമാരാർ ഇപ്പോൾ ആ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോകുമ്പോൾ ടി വി നോക്കുമ്പോൾ ഒരാൾ പിടിച്ച് ഉന്തി എന്നൊക്കെ പറഞ്ഞ് തള്ളി എന്നൊക്കെ പറഞ്ഞ ഒരു കഥ കണ്ടവർക്കറിയാം. ഓക്കെ, ഇത് പറഞ്ഞു കേട്ടോ. ഇത് പറഞ്ഞതൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ള അഖിൽമാരാരുടെ ആറ്റിറ്റ്യൂഡും ഇപ്പോൾ പറയുന്ന സമയത്ത് എനിക്കെന്തോ പേഴ്സണലി ഭയങ്കരമായിട്ട് അഹങ്കാരം ഫീൽ ചെയ്യുന്നു. അഹങ്കരിക്കുന്ന ഒരിക്കലും മനുഷ്യനൊന്നുമല്ല. കാരണം അഖിൽ തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ ഈ കപ്പ് കിട്ടി നിൽക്കുന്ന സമയത്ത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. അതായത് ഞാൻ അഹങ്കാരിക്കാതിരിക്കും എന്ന്, അഹങ്കാരനിലേക്ക് വരാതിരിക്കട്ടെ എന്നുള്ള ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കൈയടിച്ച സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു ആളെ ഭാഗത്തുനിന്ന് എല്ലാ ഇൻ്റർവ്യൂസിലും ഞാൻ തന്നെയാണ് വലുത്, എന്നേക്കാളും മുകളിൽ ഒരാളും ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം മാത്രം കാണുന്ന സമയത്ത് നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.